നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യമനിയമങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഷ്ടാംഗങ്ങളിലെ ആദ്യത്തെ 2 അംഗങ്ങളായിട്ടുള്ള യമം, നിയമം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ ബാക്കിയുള്ള അംഗങ്ങളെക്കുറിച്ചാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 3-ാമത്തെ അംഗമായിട്ടുള്ള ആസനം, സ്ഥിരസുഖമാസനം എന്നാണ് യോഗാസൂത്രത്തിൽ പതഞ്ജലി മഹർഷി ആസനത്തെ നിർവചിക്കുന്നത്. എന്താണ് സ്ഥിരസുഖമാസനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിര സുഖം ലഭിക്കുന്ന ഇരിപ്പാണ് ആസനം. അതായത് ധ്യാനം ശീലിക്കുന്നതിനുള്ള ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു ശരീരനില. നമ്മൾ ധ്യാനത്തിനിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, കുറച്ച് നേരം ആ ഒരേ പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ കഴിയണം. അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ യോഗ പരിശീലിക്കുന്ന ഏതൊരാളും സ്വായത്തമാക്കേണ്ട ഒന്നാണ് ഈ ഒരു ശരീരനില എന്ന് പറയുന്നത്. ഇങ്ങനെ ഉചിതമായിട്ടുള്ള ആസനം, ഇപ്പോൾ ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള സുഖാസനത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖാസനത്തിൽ അതുപോലെ കുറച്ച് നേരം ഇരിക്കാൻ കഴിയണം. അതുപോലെ തന്നെ പത്മാസനത്തിലാണ് നമ്മളിരുന്ന് ഒരു മെഡിറ്റേഷന് പ്രാക്ടീസ് ചെയ്യണമെന്നെങ്കിൽ ആ ഒരു ആസന നിലയിൽ കുറച്ച് നേരം ഇരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ഓരോ മെഡിറ്റേഷൻ പോസുകൾ വജ്രാസനത്തിലാണെങ്കിൽ അപ്പോൾ അത് എത്ര നേരം നമ്മൾ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരാസനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉചിതമായിട്ടുള്ള ആസനം സ്വായത്തമാക്കിയാൽ അയാൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഏതുമില്ലാതെ സുഖാനുഭവത്തോടു കൂടി ദീർഘനേരം ആ നിലയിൽ ഇരുന്ന് ധ്യാനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം, ആരോഗ്യമുള്ളൊരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കാനും ചിട്ടപ്പെടുത്തുന്നതിനൊക്കെ മുന്നോടിയായിട്ട് ശരീരത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ശരീരത്തെ ചിട്ടപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ ആസനമുറകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ ആസനങ്ങൾ പാലിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ശാരീരിക പ്രവർത്തനങ്ങളെ ഏറ്റവും കാര്യക്ഷമമാക്കിയിട്ട് അതിലൂടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും നേടുകയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ യോഗാസന പരിശീലനത്തിൻ്റെ മുഖ്യ ലക്ഷ്യവും ഇതൊക്കെ തന്നെയാണ്. ഇതിലൂടെ ശരീരത്തെ അലട്ടുന്ന വിവിധ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഇത് നമ്മൾ യോഗ പരിശീലിക്കുമ്പോൾ, ഈ ആസനങ്ങളൊക്കെ പരിശീലിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ശരിയായ ഒരു ആചാര്യനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പരിശീലകരിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഫലം ലഭിക്കാൻ ഇടയാകും. കാരണം യോഗ പരിശീലനം ശരിയായ വിധത്തിലല്ലെങ്കിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം യോഗ പരിശീലിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമുണ്ടാകേണ്ടതും ആണ്. അഷ്ടാംഗങ്ങളിൽ 4-ാമത്തെ അംഗമാണ് പ്രാണായാമം. തസ്മിൻ സതി ശ്വാസപ്രശ്വാസയോർ ഗതിവിച്ഛേദ പ്രാണായാമ എന്നാണ് യോഗാസൂത്രത്തിൽ പ്രാണായാമത്തിൻ്റെ നിർവചനം സൂത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് പ്രാണായാമം എന്ന് വെച്ചാൽ, ചിട്ടയായ ശ്വസന പ്രക്രിയയിലൂടെ ശരീരത്തിൽ പ്രാണൻ്റെ സഞ്ചാരത്തെയും പ്രവർത്തനത്തെയും തടസ്സമില്ലാതെ കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള പരിശീലനമാണ് പ്രാണായാമം. പ്രാണായാമത്തിനെ നമ്മളൊരു സയൻറ്റിഫിക്കലി അത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശ്വസന പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രാണവായു, അതായത് നമ്മൾ ഓക്സിജൻ, രക്തചംക്രമണത്തിലൂടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലുമുള്ള ഓരോ കോശങ്ങളിലും എത്തിച്ചേർന്ന് അതിലുള്ള ഗ്ലൂക്കോസ് തന്മാത്രയെ വിഘടിപ്പിച്ച് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജമാണ് എല്ലാ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾക്കും ആധാരമായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ എന്ന് നമ്മൾ യോഗയിൽ പറയുമ്പോൾ അതിന് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനെയും പുറത്തേക്ക് വിടുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജൻ, അത് പ്രാണനായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ രക്തചംക്രമണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ശരീരത്തിൽ സംഭവിക്കുന്ന ഊർജ്ജപ്രവാഹത്തിൻ്റെ കാര്യക്ഷമവും ക്രമവുമായിട്ടുള്ള പ്രവർത്തനമാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഹേതുവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഊർജ്ജപ്രവാഹം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ
അവയവത്തിലോ തടസ്സപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യപ്പെടും. അതായത് നമുക്ക് നമ്മുടെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തണം. അപ്പം നമ്മളുടെ ശരീരത്തിൽ പ്രാണൻ്റെ പ്രവാഹം എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ലെങ്കിൽ, എത്താത്ത ഭാഗത്ത് നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും എന്തെങ്കിലും അതൊരു അസുഖത്തിൻ്റെ രൂപത്തിൽ നമ്മളെ കാണിച്ചു തരികയും ചെയ്യും. അതാണ് വരുന്നത്. പിന്നെ പ്രാണായാമത്തിൻ്റെ ഏറ്റവും സമർത്ഥമായിട്ടുള്ള ഉപയോഗക്രമത്തിലൂടെ ശാരീരിക പ്രവർത്തനത്തിലുപരി അതിൻ്റെ മനസ്സിൻ്റെ ചിട്ടപ്പെടുത്തലും സാധ്യമാക്കാൻ കഴിയും. നമുക്ക് വലിയ വലിയ ആളുകളെയൊക്കെ എടുത്തു നോക്കി അറിയാം. കായിക വ്യായാമത്തിലൂടെയൊക്കെ ഓരോ ആളുകൾ കായിക ശേഷി വളരെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് പോലെ തന്നെയാണ് പ്രാണായാമത്തിൻ്റെ അഭ്യാസത്തിലൂടെ നമുക്ക് മനസ്സിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയൊക്കെ കഴിവുകൾ കൂട്ടിയെടുക്കാൻ പറ്റും. അതിൽ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ അസാധാരണമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ സിദ്ധിക്കാനും ഇതിലൂടെ പറ്റും. പ്രാണായാമത്തിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ അതായത് ഓരോരോ ആചാര്യന്മാരുടെ രീതിക്കനുസരിച്ചിട്ട് അവർ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പദ്ധതികളാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവിൽ പ്രാണായാമത്തിൻ്റെ ക്രിയകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത ശ്വാസം ഹോൾഡ് ചെയ്യുക, അതുപോലെ പുറത്തേക്ക് വിടുക. ഈ 3 പ്രക്രിയയാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പേര്, ഉള്ളിലേക്കെടുക്കുന്ന ക്രിയയെ പൂരകമെന്നും, ഉള്ളിലേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിടുന്നതിന് രേചകമെന്നും, ഉള്ളിലേക്കെടുത്ത ശ്വാസം കുറച്ച് സമയത്തേക്ക് നമ്മളവിടെ നിലനിർത്തുന്നതിന് കുംഭകം എന്നുമാണ് പറയുക. അപ്പോൾ പൂരകം. 5ാമത്തെ ഘട്ടമായിട്ടുള്ള പ്രത്യാഹാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വസ് വിഷയാംസ പ്രയോഗേ ചിത്ത സ്വരൂപാനുകാര ഇവ ഇന്ദ്രിയാണാം പ്രത്യാഹാര എന്നാണ് യോഗാസൂത്രത്തിൽ പ്രത്യാഹാരത്തിനെ നിർവചിച്ചിട്ടുള്ളത്. ബാഹ്യേന്ദ്രിയോന്മുഖമായിട്ടുള്ള സാധാരണ മനസ്സിനെ ആന്തരോന്മുഖമാക്കുന്ന പ്രക്രിയയാണ് പ്രത്യാഹാരം എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാനസികമായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മളിങ്ങനെ കുറേ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുമല്ലോ. അതിനെ ബാഹ്യേന്ദ്രിയത്തിലൂടെ ലഭിക്കുന്ന പ്രചോദനങ്ങൾക്കനുസരിച്ചിട്ട് മനസ്സ് പ്രതികരിക്കുന്നതും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈകാരിക പ്രപഞ്ചത്തിൽ അഭിരമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സാധാരണ മനുഷ്യാവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയ സ്വാധീനത്തിൽ നിന്ന് മുക്തമാക്കപ്പെടുന്ന മനസ്സ് അതിൻ്റെ ശുദ്ധമായ ആന്തരിക ശക്തിയിൽ വിലയം പ്രാപിക്കുകയും ധ്യാനത്തിന് സജ്ജമാക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് മൊത്തത്തിൽ പറഞ്ഞിട്ടെങ്കിൽ ധ്യാനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരവസ്ഥയാണ് പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ. പ്രത്യാഹാരം ശീലിക്കുന്നതിന് ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വസന നിരീക്ഷണമാണ്. അപ്പോൾ ശ്വസന നിരീക്ഷണം ഒരിക്കലും ധ്യാനമല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് സംഭവിച്ചു പോകുന്നൊരു പ്രക്രിയയാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശീലിക്കുന്ന ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിൽ ഇൻഹെയിൽ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും, അതുമൂലം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ശരീരത്തിലെ ഓരോ കൊച്ചു കൊച്ചു മാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന, നമ്മുടെ സ്വന്തം ശരീരത്തെ നിരീക്ഷിക്കുന്നൊരു പ്രക്രിയയാണ് നമ്മൾ ശ്വസന നിരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു പ്രക്രിയ സ്വന്തം ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി. അതാണ് പ്രത്യാഹാരം. അപ്പോൾ ആ ഒരു ധ്യാനത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തുന്നതും ഒരുക്കുന്നതൊക്കെയാണ് പ്രത്യാഹാരമായിട്ട് വരുന്നത്. അടുത്ത ഘട്ടമാണ് ധാരണ, 6ാമത്തെ. ദേശബദ്ധശ്ചിത്തസ്യ ധാരണ. മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാണ് ധാരണ. മറ്റുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിയ മനസ്സിനെ വീണ്ടും ഒരു ഇതിലേക്ക് കൊണ്ടുപോകാതെ, വീണ്ടും ഒരു ചാഞ്ചല്യത്തിലേക്ക് വിട്ടുകൊടുക്കാതെ നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുക, ഏകാത്മകമാക്കിയിട്ട് നിലനിർത്തുക. അതാണ് ധാരണ. അതായത് ഏകാഗ്രമാക്കപ്പെട്ട മനസ്സ് സ്വാഭാവികമായിട്ട് എത്തിച്ചേരുന്നത് എന്തിലായിരിക്കും? ധ്യാനത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു ഏകാഗ്രത നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ധാരണയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് ഓട്ടോമാറ്റിക്കലി ധ്യാനമാണ്. തത്ര പ്രത്യേകദാനത ധ്യാനം. ഏകാഗ്രത ശീലിച്ച മനസ്സിനെ സത്യദർശനത്തിന് അഥവാ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധനയാണ് ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധ്യാനം നമുക്ക് പലതരത്തിലുണ്ട് അല്ലേ?
പ്രധാനമായിട്ട് സാകാരമായും അതുപോലെ നിരാകാരമായിട്ടുള്ള രണ്ട് മാർഗങ്ങളാണ് പറയപ്പെടുന്നത്. അത് സാകാര മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടദേവതാ രൂപത്തെയോ അതുപോലെ മറ്റുള്ള ഇഷ്ടരൂപത്തെയോ ഒക്കെ ശബ്ദത്തെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദർശിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ സങ്കല്പിച്ചിട്ടോ ഒക്കെ ധ്യാനിക്കുന്നതാണത്. നിരാകാര ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മം എങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സർവ്വശക്തമായിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ സർവജ്ഞമായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ ധ്യാനിക്കുന്നതാണ് നിരാകാര ധ്യാനം. അടുത്ത ഘട്ടമാണ് സമാധി. സമാധി തദേവാർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യമിവ സമാധിഹ എന്നാണ് യോഗാസൂത്രം പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗാസാധകൻ എത്തിച്ചേരുന്നൊരു പരമമായിട്ടുള്ളൊരവസ്ഥയാണ് സമാധി. ഇത് മനസ്സിൻ്റെ സമാവസ്ഥ കൂടിയാണ്. അതായത് ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒന്നും ആ ഒരു സ്വാധീനത്തിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് മനസ്സിന് പൂർണ്ണമായിട്ടും ഒരു മുക്തി നേടുന്നൊരവസ്ഥ എന്ന് പറയുമല്ലോ, അതിന് മനസ്സ് തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയാണ് സമാധി. നമ്മുടെ മനസ്സിലേക്ക് യാതൊരു ചിന്തകളും വരില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും പലപ്പോഴും സ്വപ്നം കാണുന്ന ഒരു അവസ്ഥ നമ്മൾ വരില്ല, പല ചിന്തകളിലൂടെ കാണും. പക്ഷേ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഒരു കാര്യവും നമ്മുടെ മനസ്സിലേക്ക് എത്താതെ മനസ്സ് തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയാണിത്. അപ്പോൾ ഏതൊന്നിനെ പറ്റിയും സംശയമില്ലാതെ നമുക്ക് ശരികൾ മാത്രം ബോധ്യമാകുന്ന ഒരവസ്ഥ. സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായി അതിന് രണ്ടവസ്ഥകളാണുള്ളത്. സവികൽപ്പ സമാധിയും അതുപോലെ നിർവികൽപ്പ സമാധിയും. ഞാനെന്ന ബോധം നിലനിർത്തിയുള്ള സമാധിയാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. നിർവികൽപ്പ സമാധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന അഹംബോധം കൂടി ഇല്ലാതെയായിട്ട് പൂർണ്ണമായും സമഷ്ടിബോധത്തിൽ അഥവാ ബ്രഹ്മബോധത്തിൽ ലയിക്കുന്ന ഒരവസ്ഥയാണ് നിർവികൽപ്പ സമാധി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മുടെ അഷ്ടാംഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അഷ്ടാംഗങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഒരുപാട് അറിയാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യോഗയോട് താല്പര്യമുള്ള എല്ലാവരും ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും പറയുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.